പറയും. നിങ്ങളിപ്പോ എന്താ പറഞ്ഞു? എടി ഒന്നും മനസ്സിലാവണില്ല. നേരം പറയും. അപ്പൊ കറിയാൻ എന്തിനോളെ അമ്മ ഇന്നത്തെ വീഡിയോ എന്താന്നും കൂടി പറയും. പൂരത്തിനോ വെള്ളിങ്ങള് തീരുമാനിച്ചോ? പൂരത്തിന് കൊണ്ടുവന്ന് തീരുമാനിച്ചോ? നമ്മുടെ ഇവിടെ ചെറിയൊരു പൂരമുണ്ട്. ആനക്ക് മത ഇളകി കൊടുത്തേ. ആനക്ക് മത ഇളകി കൊടുത്തേ. അവിടെ അങ്ങോട്ട് നോക്ക്. കടന്നല് പറഞ്ഞ് കണ്ടോ കണ്ടോ കണ്ടോ. പിന്നെന്താ ഉമ്മക്കയ്യ? പിന്നെന്താ ഉമ്മക്കയ്യ? അതിനെ കടന്നല് കുത്തിയിട്ടാ വീങ്ങിയത്. വേണ്ട വേണ്ട. അതിന് പേടിയാണ്. അതിന് പേടിയാണ്. വാണ്ടി അല്ലാണ്ട് ചങ്ക്. ആരൊക്കെ പോണ പൂരത്തിന്? പൊരി മുറുക്ക് കൊണ്ടിരുന്നു. പൊരി മുറുക്ക് മുട്ടായപ്പം. അതാ ഷിസയാൻക്ക് ഷിഫുനെ പൊന്തോ എന്ത് ജന്റെ പടപ്പല്ലേ പോണ്? അന്റെ പടത്തുണ്ടാവും. ഇജൊന്ന് നോക്കിക്ക. ഷിഫുന് സയാനെ നോക്കിക്ക. എന്താണ്? എന്താണ് പിന്നെ പൊക്ക വയ്ക്കോ നിനക്ക്? നോക്കി 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 ഫുള്ള് പൊക്കല. ഷിഫുന് എല്ലാവർക്കും പൊക്കാൻ പറ്റും. മൂന്ന് ആൾക്കാരും കൂടി പൂരത്തിന് പോകാനുള്ള ഡിസ്കഷനിലാണ്. പോണെന്നും പോണ്ടാവും തീരുമാനിക്കണ്ട. ഞാൻ പറയുന്നത് കേൾക്കണ്ടോന്ന് എനിക്കറിയില്ല. ഇവിടെ ഭയങ്കര ബഹളമാണ്. കുറെ കാലത്തിന് ശേഷം നമ്മൾ റോഡ് വോയിസ് വീഡിയോ വിചാരിച്ചത് ജാതി കച്ചറയെന്ന് ഞാൻ വിചാരിച്ചു. ഇതൊക്കെ ഡ്രസ്സ് മാറ്റിത്തരും ചോദിച്ചു നോക്കിയത് കേട്ടോ. പോണുണ്ടോ പൂരത്തിന്? അപ്പൊ എവിടെ നടക്കണ പൂരത്തിന് ഇവിടെ ഉണ്ട് തിരക്ക്. കൊണ്ണും കാതും കേൾക്കാല്ല. വലിയാക്കുണ്ട്, നോഷിറാക്കുണ്ട്, കുട്ടികളുണ്ട്. ഉപ്പിയമ്മയൊക്കെ താഴത്താണ് കേട്ടോ. എല്ലാരും ഒന്നുമില്ല. അങ്ങനെ എല്ലാരും ഒരു സ്ഥലത്താണെങ്കിൽ എന്താ പറയാ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പം കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇവിടെയൊക്കെയാണ്. നമ്മൾ അബീബിന്റെ മൂക്കടഞ്ഞിക്കാണ് കേട്ടോ. ഓനെ അങ്ങോട്ട് അടക്കുമ്പോൾ ഇങ്ങോട്ട് അടക്കുമ്പോൾ ഇങ്ങനെ വലിച്ചോണ്ട് അടക്കുന്നുണ്ട്. മൂക്കടഞ്ഞാൽ ഭയങ്കര ഇടങ്ങാറല്ല. നമുക്ക് തന്നെ ഇടങ്ങാറാണ്. പിന്നെ മക്കളെ കാര്യം പറയണ്ടല്ലോ. അപ്പൊ എല്ലാവരും പൂരത്തിന് പോകാനുള്ള ഒരു തിരക്കിലാണ്. ആ തിരക്കിന്റെ ഇടയിൽ കൂടെ നമ്മുടെ ഒരു കടുന്നലാണ് തോന്നുന്നുണ്ട് കേട്ടോ. റൂമിൽ കൂടെ ഒക്കെ ഫുള്ളുണ്ട്. എവിടെയോ ഒരു കൂടുണ്ട്. അർഷാക്ക് നാളെ അതിനെ തപ്പിപ്പൊടിച്ച് കൊല്ലണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കടന്നലിന്റെ കുത്ത് കിട്ടാതെ നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. കുറെ ദിവസമായിട്ട് കടന്നല് എപ്പോഴും ഒരു 6-7 മണിയായ വരും ആള് വിരുന്ന് വരുന്ന പോലെ. എന്നിട്ട് ഇങ്ങനെ ഭാരം അടക്കും. ഞങ്ങൾ കുറെ കൊല്ലും. പിന്നെ കുത്തൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. ഇനിയിപ്പോ കിട്ടുമോന്ന് അറിയില്ല. അങ്ങനെ മക്കളൊക്കെ പൂരത്തിന് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റങ്കായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ 3 സ്കൂട്ടി എടുത്തിട്ട് നമ്മൾ ഇറങ്ങിയിട്ടോ. പൂരം എന്ന് പറയാൻ മാത്രമുള്ള പൂരം ഒന്നുമില്ല. ഒരു ചെറിയൊരു കുട്ടി പൂരാണ് കേട്ടോ. അവിടെ വീടിന്റെ തൊട്ടടുത്തായിട്ട് പൂരമൊക്കെ തുടങ്ങാൻ ആയിട്ടോ. അപ്പം അവ ഫസ്റ്റ് പൂരാണ് തോന്നുന്നുണ്ട് ഇവിടുത്തെ. ഇനിയിപ്പം നമ്മളിവിടുത്തെ കാളവേലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ 3 കാക്കാര് വണ്ടി എടുത്തു. വലിയാക്ക് എടുത്തു, നോഷിക്കാക്ക് എടുത്തു, വർഷാക്ക് എടുത്തു. കുട്ടികളൊക്കെ പെറുക്കിപ്പോയി. ഞാൻ പിന്നെ ഒരു കുട്ടിയാണെന്ന് ഞാൻ സ്വയം വിശ്വസിക്കുന്നത് കൊണ്ട് ഞാനും കയറി കൂടിയിട്ടുണ്ട്. അങ്ങനെയല്ല കേട്ടോ. ഞങ്ങൾക്ക് ടൗണിൽ പോകേണ്ട ഒരു കാര്യമുണ്ട്. അപ്പൊ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. അപ്പൊ ആ പോക്കിൽ നമ്മൾ ആ കുട്ടികൾക്ക് ഇതും കാണിച്ചു കൊടുക്കാന്ന് കരുതി. അങ്ങനെ പൂരത്തിന് കാണുന്ന ചില സാമഗ്രികളൊക്കെ ഇവിടെ ഉണ്ട്. കുട്ടികൾക്കൊക്കെ ഓരോ വളവും ചെരിവൊക്കെ സംഭവിക്കുന്നുണ്ട് കേട്ടോ. ഓരോന്ന് കാണുമ്പോൾ കഴിക്കാനുള്ളതും കാണാനുള്ളതും കേൾക്കാനുള്ളതും ഒക്കെ ഉണ്ട്. ഇത് തൊട്ടിട്ട് പേടിച്ചിക്കാണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയൂ വെച്ചിട്ട് ചെക്കൻ തുള്ളിച്ചാടി പോണ്ട്. അർഷാക്ക് അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പൂരത്തിന്റെ ഇവിടെ എത്തണ വരെ ദിക്റ് ചെല്ലണ പോലെ പറഞ്ഞിട്ടുണ്ട്. അവിടെ പോയിട്ട് ഒരു സാധനമാണെന്ന് പറയരുത് എന്നിട്ടോ. പക്ഷെ അവിടെ എത്തിയപ്പോ സയാന്റെ സ്വഭാവം മാറി. ഓനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സത്യം പറഞ്ഞ തിരിച്ചു വരുമ്പോ കരഞ്ഞിട്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ അവിടെ ബാല നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഡാൻസും അങ്ങനെ നാടകം പോലെ, നാടകമല്ല ബാല അങ്ങനെ തന്നെയല്ലേ പറയാ. എനിക്കറിയട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം ഇങ്ങനെ നേരിട്ട് കാണുന്നത്. കുറച്ചു നേരം അത് നോക്കി ഇങ്ങനെ നിന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു. നിസുവിനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൽ യുദ്ധമൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ വാളൊക്കെ എടുത്ത് വീശുന്നത്. ആ യുദ്ധത്തിന്റെ ടൈമിൽ ഇത് കണ്ണും തുറച്ചിട്ട് ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. ഞാൻ ഓനെ തന്നെ നോക്കിയിരിക്കണം. ഓനെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെയൊക്കെ കാണുന്നത്. അങ്ങനെ നമ്മൾ കുറച്ചു നേരം നൃത്തവും കൃത്തവും ഒക്കെ കണ്ടിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ കുറെ പൂരത്തിന് പോയിട്ടുണ്ട്. പക്ഷെ ബാലൊന്നും കണ്ടിട്ടില്ല. അപ്പൊ ഇവിടെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ.
ഒരു ചെറിയ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുട്ടി പൂരായതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. പിന്നെ ഒരുപാട് കളർ ലൈറ്റുകളൊക്കെ മിന്നുന്നോണ്ട് ഇസുവിന് കുട്ടികൾക്ക് കാണാനൊരു റങ്കായിരുന്നു. അങ്ങനെ വലിയാക്കും നൗഷികാക്കൊക്കെ ബാക്കിയുള്ള കുട്ടികളെയും കൊണ്ട് ഐസ്ക്രീം ഒക്കെ കഴിക്കാൻ നിന്നപ്പോൾ ഞാൻ ഇസുവിനെയും കൊണ്ട് മെല്ലെ മുങ്ങിയിട്ട് അവിടെ ഇസുവിന് സയാനും ജലദോഷമാണ്. പിന്നെ ഐസ്ക്രീമും കൂടി തന്നാ പിന്നെ പോലെ കാര്യം പറയാല്ല. അങ്ങനെ നമ്മള് ടൗണിലൂടെയുള്ള ജൈത്രയാത്രയാണ്. അപ്പൊ ഒരു ഗൂഡ്സിൽ കുറച്ച് നെല്ലിക്ക വിൽക്കുന്നത് കണ്ടു. അപ്പൊ നമ്മൾ കുറച്ച് നെല്ലിക്ക വാങ്ങിട്ടോ. അങ്ങനെ നെല്ലിക്ക കവറിലൊക്കെ കെട്ടിയപ്പോൾ അത് ഏറ്റു വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഇസു വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിലത്തോട്ട് നിന്നിട്ടുണ്ട്. അങ്ങനെ ഓനത് വാങ്ങിട്ടോ. ഓൻക്കാരിൽ എന്തെങ്കിലും തരുമ്പോൾ അതും വാങ്ങണം. അങ്ങനെ ഒരു മൈൻഡാണ് ആ ചെക്കന്. അങ്ങനെ നമ്മൾ നേരെ പോയത് മാർക്കറ്റിലോട്ടാണ്. മാർക്കറ്റ് പിന്നെ ഇസുവിന്റെ തറവാടാണ് കേട്ടോ. ഇവിടെ ഉള്ളവരൊക്കെ ഓനക്ക് നല്ല പരിചയമാണ്. മാന്തളുണ്ട്, മത്തിയുണ്ട്, അയിലുണ്ട്. നമ്മൾ കുറച്ച് മാന്തൾ വാങ്ങി. സയാനും മാന്തൾ ഭയങ്കര ഇഷ്ടമാണ്. വേറെയുള്ള മീനൊന്നും തിന്നൂല കേട്ടോ. പിന്നെ കുറച്ച് മത്തി വാങ്ങി. അങ്ങനെ നമ്മൾ ചിക്കൻ കടയിൽ പോയി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇസുവിന്റെ തറവാടാണ് കേട്ടോ. ഇവിടെ ഉള്ളവർക്കൊക്കെ ഇസുവിനെ അറിയാം, ഇസുവിന് ഓലി അറിയാം. കാരണം ഇപ്പാന്റെ കൂടെ വരും, വലിയാക്കാന്റെ കൂടെ വരും, നൗഷികാക്കാന്റെ കൂടെ വരും. അങ്ങനെ ഒരു എന്താ പറയാ തെണ്ടൽ ചെക്കനാണത്. നമ്മൾ തിരിച്ചു പോകാൻ കേട്ടോ. നമ്മുടെ ഹൈസ്കൂളിന്റെ എന്താ പറയാ റോഡാണ്, ഹൈസ്കൂൾ റോഡാണ് ചെർപ്പളശ്ശേരി. ഞാൻ അധികവും നമ്മുടെ വ്ളോഗിലൊക്കെ ഞാനത് ഉൾപ്പെടുത്താറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പോണ പോക്കിലൊരു ബേക്കറി ഉണ്ട്, അവിടെ ഇറങ്ങി കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങി. അർഷാക്ക് മോരൊക്കെ വാങ്ങി കുടിക്കുന്നുണ്ട്. രാത്രി ചെക്കന്മാര് കളർ വെള്ളമൊക്കെ വാങ്ങുന്നുണ്ട്. ഒരു രസം ഉണ്ടാവുന്നില്ല കേട്ടോ. അത് ഓനെന്നിട്ട് ഹായ് എന്നൊക്കെ പറഞ്ഞ് കുടിക്കുന്നുണ്ടായിരുന്നു. എനിക്കാണെന്ന് വെച്ചാൽ ഈറിങ്ങനെ വന്നത് കണ്ടപ്പോൾ അങ്ങനെ ചെറിയ ചെറുക്കനും കൊടുത്തത്. അർഷാക്കുവിന്റെ വക എനിക്കൊരു കടലമിഠായി അല്ല എള്ളുമിഠായി ഇട്ടിട്ട് അങ്ങനെ നമ്മൾ രാത്രിയിലെ കറക്കൊക്കെ കഴിഞ്ഞ് നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഒരു കുട്ടി വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഒരു കമന്റ് ഇടണേ, ഒരു ഹായ് ഹോയ് എങ്കിലും കമന്റ് ആയിട്ട് ഇടുക. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് കമന്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്റെ പ്രതീക്ഷ നിങ്ങൾ തെറ്റിക്കരുത്. അപ്പൊ നമ്മൾ വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റാ.